LDFിന്റെ തെക്കൻ മേഖലാ ജാഥയ്ക്ക് തൃശൂർ ജില്ലയിൽ ആവേശോജ്വല സമാപനം. 3 ദിവസം നീണ്ടുനിന്ന പര്യടനത്തിൽ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അതോടൊപ്പം ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെയും പര്യടനം ശക്തമായ മറുപടി നൽകി. ജനപങ്കാളിത്തം കൊണ്ട് നിറഞ്ഞാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. ആകെ 12 കേന്ദ്രങ്ങളിലായിരുന്നു പര്യടനം. സാധാരണക്കാരായ ജനങ്ങളും തൊഴിലാളികളും ചേർന്നുകൊണ്ടാണ് ജാഥയെ സ്വീകരിച്ചത്. ആദ്യ പര്യടനം വടക്കാഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച് അവസാന പര്യടനം ചാലക്കുടി മണ്ഡലത്തിൽ സമാപിക്കുന്ന രീതിയിലായിരുന്നു ജാഥ ക്രമീകരിച്ചത്. ജാഥയുടെ ക്യാപ്റ്റനായ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വേദികളിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കി. നാം ജനങ്ങൾ പറയുന്നു, നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ആ തീരുമാനം വ്യക്തമാണ്. നാം LDFനെ വിജയിപ്പിക്കും. 1ാം വട്ടം ജയിച്ച LDF, 2ാം വട്ടം ജയിച്ച LDF ഇതാ പ്രഖ്യാപിക്കുന്നു, 3ാം ഊഴവും LDFിലായിരിക്കും. ആ 3ാം ഊഴ പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള പടയോട്ടമാണ് നടക്കുന്നത് ഇവിടെ ഇപ്പോൾ. വേദികളിലെ നിറസാന്നിധ്യമായ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ജനങ്ങൾക്ക് ആവേശമായിരുന്നു. ഈ സമാധാനം സംരക്ഷിക്കാൻ, നമ്മുടെ നാട് നാളെയും ഈ സാഹോദര്യത്തോടെ പുലരാൻ ഇടതുപക്ഷം കൂടുതൽ ശക്തിപ്പെടണം. കൊടുങ്ങല്ലൂരുകാരോട് അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അഭിമാനിക്കാം, ഈ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയ വലതുപക്ഷം ചിലയിടങ്ങളിലെല്ലാം നേട്ടമുണ്ടാക്കിയപ്പോഴും അവരുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ, വ്യാജ പ്രചരണം, പച്ചക്കള്ളം, കുറേ മനുഷ്യരെ താൽക്കാലികമായെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചുവെങ്കിൽ ആ തെറ്റിദ്ധാരണയുടെ കടലിരമ്പിയപ്പോഴും മഹാപർവ്വതം കണക്ക് മതനിരപേക്ഷതയുടെ പ്രതിരോധം തീർത്ത നാടാണ് ഈ കൊടുങ്ങല്ലൂർ. നിങ്ങളോട് കേരളം കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ചരിത്രത്തിൽ സ്വയം അടയാളപ്പെടുത്തപ്പെട്ട ഒരു ജനതയാണ് നിങ്ങൾ. ഉറച്ച മതനിരപേക്ഷ ബോധ്യത്തിന്റെ പേരിൽ വർഗീയ വലതുപക്ഷത്തെ പടിക്ക് പുറത്തു നിർത്തിയ ഒരു ജനത. നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ജില്ലയിലെ 12 കേന്ദ്രങ്ങളിലെ പര്യടനം കഴിഞ്ഞ ജാഥ ആലപ്പുഴയിലേക്ക് നീങ്ങുമ്പോൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന പ്രവർത്തനമായി തെക്കൻ മേഖല ജാഥ മാറി. കൈരളി ന്യൂസ്, തൃശൂർ.